ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ പാർവതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മിനി ക്യൂട്ട് കലണ്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജാനുവരി സെറ്റാക്കിയിട്ടുണ്ട്, ഫെബ്രുവരി സെറ്റാക്കിയിട്ടുണ്ട്, മാർച്ച് സെറ്റാക്കിയിട്ടുണ്ട്, ഏപ്രിൽ സെറ്റാക്കുകയാണ്. അപ്പം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നമ്പേഴ്സ് എഴുതി തന്നിട്ട് ഞാൻ ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാം. 23 വരെ എഴുതി വെച്ച് 24, 25, 26, 27, 28, 29, 30 ഇതിവിടെ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന പേപ്പറിൻ്റെ കാര്യം കേട്ടോ. എല്ലാവർക്കും കാണുന്ന ഒരു ബുക്കാണ് മാത്സ് നോട്ട്ബുക്ക്. അതായത് LKG UKG കൊച്ചുങ്ങളുടെ മാത്സ് നോട്ട്ബുക്കാണ് ഉള്ളത്. ആ മാത്സ് നോട്ട്ബുക്കിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗം കണ്ടോ, അതങ്ങ് നമുക്ക് വെട്ടിക്കളയാം കേട്ടോ. ആ വെട്ടിക്കളയാൻ ആയിട്ട് നമുക്ക് സ്കെയിലും ഉപകരണം വേണമെന്നില്ല. നമുക്ക് കൈ കൊണ്ടത് മടക്കിയിട്ട് നൈസായിട്ട് കട്ട് ചെയ്യാം. ഇനി സൈഡിലും മാർജിൻ ഉണ്ടല്ലോ, ആ മാർജിനും ഇതേപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെയും ഒരു താഴടിയിലൊരു ഭാഗമുണ്ട്, ആ ഭാഗവും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രിഡ് പേപ്പർ കിട്ടും. ഗ്രിഡ് പേപ്പർ എന്ന് പറയുന്നത് സ്മോൾ ഗ്രിഡുള്ള ഒരു പേപ്പറാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞാൻ ബിഗ് പേപ്പർ തന്നെ എടുത്ത കേട്ടോ. ഗ്രിഡ് പേപ്പർ ആണെങ്കിൽ ഈ നമ്പേഴ്സൊന്നും അതിനകത്ത് കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഹോൾ പേപ്പർ എടുത്തു കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യം എഴുതുന്ന അനുസരിച്ച് വേണം ബാക്കിയുള്ള പേപ്പറിന് ചെയ്യാം. അതായത് ഇപ്പം ഈ ഒരു കോളം വിട്ടാണ്, ഈ ഒരു കോളത്തിലാണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ആ കോളത്തിൽ തന്നെ അടുത്ത ഏപ്രിൽ മെയ് ഇവിടെ എഴുതേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് മെയ് ഇവിടെ എഴുതാം. മെയ്യിൽ 1, 2, 3, 4 ഞാൻ 4 കോളം വിട്ടിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്കിനി എത്ര കോളം വേണമെങ്കിലും വിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഞാനിപ്പം പറഞ്ഞ റാപ്പ് അടിക്കുമെന്ന് വിചാരിക്കല്ലേ, ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞത്. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, അപ്പം നമ്മൾ മെയിലൊക്കെ എഴുതി ഇപ്പോൾ 29 കേട്ടോ. 29, 30, 31. ഇവിടെ നമ്മൾ അലങ്കാര പരിപാടി എല്ലാം ചെയ്യും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അവസാനം ആയിട്ടുള്ള പേപ്പർ നമുക്ക് എടുക്കാം. പേപ്പർ ആവശ്യമില്ല, എനിക്ക് കളഞ്ഞപ്പോൾ സമാധാനം. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തറക്കളയാം കേട്ടോ. ഗ്രിഡ് പേപ്പറായിട്ട് കിട്ടത്തില്ല, പക്ഷെ കീറേണ്ടി വരും. ഞാൻ കീറയാണ് കേട്ടോ എടുത്തത്. ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കീറെടുക്കും, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. കണ്ടേ? ഇനി നമുക്കിവിടെ രണ്ടാമത്തെ കോളം മെയ്, ജൂൺ എന്ന് എഴുതി കൊടുക്കാം. ജൂണിൽ 1, 2, 3, 4 കോളം വിട്ട് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. എന്നിട്ട് നമ്മൾ ജൂൺ തുടങ്ങുന്നത് 1 സൺഡേ ആണ് കേട്ടോ. 1, 2, 3, 4, 5 ചെറുതായിട്ടൊന്ന് 1, 6, 7, 8, 9, 10, 30. ഓക്കെ,
നമ്മൾ ജൂൺ വരെ എഴുതിയ കേട്ടോ. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒരു 6 എണ്ണം കൂടെ വേണം കേട്ടോ. നമുക്ക് 6 എണ്ണം ചെയ്തെടുത്തു. നമുക്ക് ബുക്കിൽ നിന്ന് കീഴെടുക്കാം. ഇതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ ഗൈസ് നമുക്കിനി ഒന്നും കൂടെ ഇതെല്ലാം നമുക്ക് കീറി വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും. നമുക്ക് 2 പേപ്പർ വെച്ച് കീറാം കേട്ടോ. 3 പ്രാവശ്യം കീറിയ പോലെ. ഇതാണ് എളുപ്പം കണ്ടോ ഗൈസ്. ഓക്കെ, ഇത് അവൻ്റെ പുതിയ ടോയ് ആണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ വിളിക്കാം, ഇങ്ങനെ കളിക്കാം. അകത്ത് ഇങ്ങനെ റൗണ്ടിങ്ങിൻ്റെ സാധനമുണ്ട് കണ്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ കീറി കൊടുക്കാം. നമ്മൾ 2 പേപ്പേഴ്സും ഇതാണുള്ള കീറി കൊടുക്കുന്നത്. നമുക്കിനി ഇവിടെ ഇങ്ങനെ കീറി കൊടുക്കാം. നമുക്ക് ഇവിടെ കീറി കൊടുക്കാം. നമുക്ക് 2 പേപ്പർ വീതം കിട്ടും ഗൈസ്. ഇനി നമുക്ക് 3 പേപ്പർ വീതം വെച്ച് കട്ട് ചെയ്ത് നോക്കാം. സ്കെയിൽ വീണ്ടും ഓക്കെ കട്ട് ചെയ്ത് നോക്കാം. ഐ എം നോട്ട് ഷുവർ ബട്ട് ട്രൈ. പറ്റും ഗൈസ്. 3 പേപ്പറാണ് മാക്സിമം 11. 3 പേപ്പർ ഉണ്ട് ഗൈസ്. 3 ഷ്രെഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. വാവ്, വാട്ട് എ സാറ്റിസ്ഫാക്ഷൻ. ഈ പേപ്പർ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. ഇത്രയും പേപ്പേഴ്സ് വേസ്റ്റ്. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല കേട്ടോ. പക്ഷെ കിട്ടും പെർഫെക്ഷൻ. നമുക്ക് ഈ ലാസ്റ്റ് പേപ്പർ നമുക്ക് കഷ്ടപ്പെട്ട് ഇരുന്ന് നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. അത് വരെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് വരയ്ക്കണം ഗൈസ്. എഴുതുന്നുണ്ട് ഗൈസ്. ഇനി ജൂലൈ, എന്ന് നല്ല വൃത്തിയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ കേട്ടത്. ഓ മൈ ഗോഡ്. ഇനി ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ റിസൾട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ സ്റ്റാപ്ലറൊക്കെ അടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രോബ്ലം പറ്റിയ കേട്ടോ. അതായത് ഇത് മടങ്ങുന്നില്ല. അതാണ് പ്രശ്നം. മടങ്ങുന്നില്ല. അപ്പം നമുക്കൊരു കാര്യം തരുന്നത്, ഇതിങ്ങനെ വെച്ചിട്ട് മടക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ വല്ല പ്ലാനിങ്സ് ഉണ്ടെങ്കിൽ ബാക്കി ഇങ്ങനെ എടുക്കാം, ശരിയല്ലേ? പക്ഷെ ആ മടക്കുമ്പോൾ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ 2025 എഴുതിയത് കാണത്തില്ല. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയെല്ലാം ഓക്കെ ആണ്. ഇനി ഇവിടെ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനല്ല, വല്ല പോസിറ്റീവ് തിങ്സോ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള അനിമൽസിൻ്റെയോ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചാൽ മതി. പക്ഷേ എനിക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ട്, സ്റ്റിക്കർ കളക്ഷനാണേ ഉള്ളൂ. ഞാൻ സ്റ്റിക്കർ കളക്ഷൻ എനിക്ക് എടുക്കാൻ മനസ്സിലുമില്ല. അതുകൊണ്ട് ഞാൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പെൻസിൽ ഇതാണ്ട് അതിൻ്റെ മുനങ്ങുണ്ട് തീരെ. ഇതിവിടെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് കണ്ട ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരെണ്ണം കിട്ടും. ഇപ്പം അത്യാവശ്യത്തിനൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരിതാണ്. ഇനി നമുക്ക്
എൻ്റെ ക്യൂട്ട് ഡെക്കറേഷൻ പരിപാടി കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് റിസൾട്ട് ഇതാണ് കേട്ടോ. അത്ര ക്യൂട്ടല്ലെങ്കിലും എനിക്ക് ഇച്ചിരി ക്യൂട്ടാണ് കേട്ടോ. ഞാൻ എല്ലാത്തിൽ നിന്നൊരു കൊച്ചു പിക്ചേഴ്സേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ ഇഷ്ടപ്പെടാമെന്ന് തോന്നിയത് ഇതാണ് കേട്ടോ. എനിക്കത് അത്രയ്ക്കും വൃത്തിയൊന്നുമില്ല. പിന്നെ ഇതും വെറുതെ ഞാൻ വരച്ച് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.